പേരാവൂർ മണ്ഡലം, അതായത് ഒരു 15 വർഷത്തിന് ശേഷം സണ്ണി ജോസഫും ശൈലജ ടീച്ചറും എത്താൻ പോകുന്നു പോരിന്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരും നോക്കണം. ഇപ്പം ഏറ്റവും കൂടുതൽ തവണ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF-നൊപ്പം നിന്ന ഒരു മണ്ഡലം അത്. പക്ഷേ ശൈലജ ടീച്ചർക്ക് അതുപോലെ തന്നെ അവിടെ ഒരു വ്യക്തിപ്രഭാവമുണ്ട്. പിന്നെ കുറച്ച് അടിയുറച്ച CPM വോട്ടുകളും അവിടെ തന്നെ ഉണ്ട്. അതുകൂടാതെ ഒരു വ്യക്തിപ്രഭാവവും ഉണ്ട്. ഇപ്പുറത്ത് സണ്ണി ജോസഫിനെ നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ സണ്ണി ജോസഫിന് അവിടെ നിന്ന് ജയിച്ചു കയറിയ ഒരാളാണ്. അവിടെയും പുള്ളിക്കുമുണ്ട് വ്യക്തിപ്രഭാവവും ഉണ്ട്. ഇതേപോലെ ശക്തമായ കുറച്ച് വോട്ടുകളും ഉണ്ട്. അപ്പൊ കുറച്ച് കടുത്ത പോരാട്ടമായിരിക്കും പേരാവൂർ എന്തായാലും നടക്കുക. എങ്കിലും ഒരു പടിയെങ്കിലും കൂടുതൽ സാധ്യത ആർക്കായിരിക്കും? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും UDF-നോടൊപ്പം നിന്ന ഒരു മണ്ഡലം പേരാവൂരാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ കുടിയേറ്റ കർഷകർ ഒരു ധാരാളമായുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ പേരാവൂർ എന്ന് വെച്ചാൽ. അതായത് കുടിയേറ്റ കർഷകർ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം, ഇടുക്കി തുടങ്ങിയ മേഖലകളിൽ നിന്ന് പിന്നെ മലബാർ മേഖലയിലേക്ക് കുടിയേറിപ്പോയ ഒരു പറ്റം ആൾക്കാർ താമസിക്കുന്ന, അതിന് കുറച്ചുകൂടെ പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സമുദായത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിന് കുറച്ചധികം ഭൂരിപക്ഷമുള്ള ഒരു ഭാഗമാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരാവൂർ പോലെയുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ. കുടിയേറ്റ കർഷകർ ധാരാളമായിട്ടുണ്ട്, മലയോര കർഷകർ എന്നൊക്കെ പറയും. അപ്പം എന്നിരുന്നാൽ തന്നെയും അവിടെ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിനോട് അല്ലെങ്കിൽ UDF-നോട് ഒരു ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്ര കാലം നിന്നത്. എന്നാലും എനിക്ക് 2006-ലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ ശൈലജ ടീച്ചർ വെന്നിക്കുടി പാറിച്ച ഒരു മണ്ഡലമാണ്. അതിപ്പം അങ്ങനെ ശൈലജ ടീച്ചർ അവിടെ വിജയിച്ചു എങ്കിൽ തന്നെയും വിജയിച്ചതിന് കാരണം അവിടെ ഒരു ഇടതു വോട്ടിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ അതിനുശേഷം ശൈലജ ടീച്ചറിനെ പരാജയപ്പെടുത്തുന്ന സമയത്തും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കുമ്പോൾ അന്ന് കിട്ടിയ, അതായത് ഈ സണ്ണി ജോസഫിന് കിട്ടിയ ഭൂരിപക്ഷം 3000 ചില്ലുവാനം ആണ്. അതായത് 3440 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അന്ന് സണ്ണി ജോസഫിന്, എനിക്ക് തോന്നുന്നു. പിന്നെ 2011-ലെ തെരഞ്ഞെടുപ്പിലാണ് ശൈലജ ടീച്ചറിനെതിരായിട്ട് അങ്ങനെ സണ്ണി ജോസഫ് ഒരു ആധിപത്യം സ്ഥാപിച്ചു വരുന്നത്. അന്ന് സണ്ണി ജോസഫിന് കിട്ടിയത് 48% വോട്ടെന്ന് കണക്കാക്കാം. 45% വോട്ടുകളോടുകൂടി ശൈലജ ടീച്ചറും തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ആ സമയത്തും ശൈലജ ടീച്ചറിനെ ആ കാലത്ത് 2006-ൽ പരാജയപ്പെടുത്തുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം. എന്നാൽ അതിനുശേഷം നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോഴും ഈ 48% എന്ന് പറയുന്നതിൽ നിന്നും ഒരു ശകലം പോലും കൂടുതൽ അവിടെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം ഒരു 7000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം ആണ് സണ്ണി ജോസഫിന് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് 21-ലേക്ക് എത്തിയപ്പോൾ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം അത് 3172 എന്ന് പറയുന്നതിലേക്ക് കുറഞ്ഞു എന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 7000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്നും 2021-ലേക്ക് എത്തിയപ്പോൾ അത് വെറും 3172 എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് അവസാനിച്ചു. 48% വോട്ടിംഗ് ഏകദേശം 46% എന്നുള്ള നിലയിലേക്ക് കുറയുകയും ചെയ്തു എന്നാണ്. അന്ന് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പേരാവൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരായി മത്സരിച്ചത്. എന്നാൽ 2011-ൽ ശൈലജ ടീച്ചർ പരാജയപ്പെടുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. അതായത് 2011-ൽ പേരാവൂരിൽ ശൈലജ ടീച്ചർ മത്സരിക്കുമ്പോൾ പേരാവൂരിലുള്ള കുറച്ചാൾക്കാർ തന്നെയല്ല, പേരാവൂർ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ടീച്ചർ അവിടെയാണ്, പേരാവൂരിലാണ് നടത്തിയത്. ആ കാലഘട്ടത്തിലെ ഒരു ടീച്ചറല്ല 2026-ൽ മത്സരത്തെ നേരിടുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം എന്താണ്? ഇവിടെ നമ്മൾ നോക്കി ഈ 5 വർഷക്കാലം നോക്കൂ. ഈ 5 വർഷക്കാലത്തിന് മുൻപ് അല്ലെ 10 വർഷക്കാലം നോക്കിക്കോളൂ. 2011-ൽ പരാജയപ്പെട്ടു ടീച്ചർ. 2021-ൽ എത്തിയപ്പോൾ 2011-ൽ പരാജയപ്പെട്ട ടീച്ചർ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ടീച്ചർ ഏത് നിലയ്ക്കായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ടീച്ചറിന്റെ തലവര തെളിഞ്ഞു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് 2006-ൽ ആർക്കും അറിയില്ല. ടീച്ചർ അവിടെ മത്സരിക്കുന്ന സമയത്ത് 2011-ൽ തോൽക്കുന്ന സമയത്തും ടീച്ചർ ഇങ്ങനെ ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ടീച്ചറിന്റെ പ്രസക്തി ഇല്ലായിരുന്നു. ടീച്ചർ ഇല്ല. 2016-ൽ ടീച്ചർ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ചുമതലയേൽക്കുന്നു. സംസ്ഥാനത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ് 2021 അവസാനിക്കുമ്പോൾ കോവിഡും വന്ന് നിപ്പയും വന്ന് പ്രളയവും വന്ന് ടീച്ചർ എത്തി നിൽക്കുമ്പോൾ ടീച്ചറിന്റെ പേര്, ശൈലജ ടീച്ചറിന്റെ പേര് കേരളത്തിലുള്ള കൊച്ചു കുട്ടികൾ പോലും ചർച്ച ചെയ്തു തുടങ്ങി. അവിടെയാണ് ടീച്ചറിന്റെ പ്രാധാന്യം കിടക്കുന്നത്. അവിടെയാണ് ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപ്രഭാവം എത്രത്തോളം വർദ്ധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. മനസ്സിലായില്ലേ? അപ്പം ഈ 2026-ൽ പേരാവൂരിൽ നിൽക്കുന്ന ടീച്ചർ
2006 മത്സരിച്ച പോലെ അല്ല നിൽക്കുന്നത്. ഇന്ന് ശൈലജ ടീച്ചറിനെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു അവസ്ഥയിലാണ് ടീച്ചർ അവിടെ ഇറങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയ ഭേദമന്യേ അറിയാവുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഏകദേശം 40 മുതൽ 45% വരെയുള്ള ഒരു ഇടത് വോട്ടുകൾ അവിടെ ഉറപ്പായും ഉണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ 48% പേരാവൂരിൽ ഇയാൾ സണ്ണി ജോസഫ് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ 48% മേടിക്കുമ്പോൾ 45% തൊട്ട് പിന്നാലെ LDF ഉണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ LDF അടിസ്ഥാന വോട്ടുകൾ ഒരു 45% ഉണ്ട്. അപ്പം ടീച്ചറുടെ വ്യക്തിപ്രഭാവം കൂടി ആവുമ്പോൾ അവിടെ വിജയിക്കാൻ വേണ്ടത് ഒരു 50% വോട്ടുകളാണെങ്കിൽ അത് ടീച്ചർ ഈസിയായിട്ട് എടുക്കാൻ കഴിയും എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ടാണ് ടീച്ചറെ അവിടെ നിർത്തിക്കൊണ്ട്, അപ്പം എല്ലാവരും പറഞ്ഞ ഒരു പറച്ചിലെന്ന് പറഞ്ഞാൽ മട്ടന്നൂരിൽ നിന്നും ശൈലജ ടീച്ചറെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് പേരാവൂരിൽ സണ്ണി ജോസഫിനെതിരായിട്ട് ഒരു കോൺഗ്രസ് മണ്ഡലത്തിലേക്ക് ഇട്ടുകൊണ്ട് തോൽപ്പിച്ച് ശൈലജ ടീച്ചറിനെ അപ്രസക്തയാക്കാനാണ് തീരുമാനം എന്നാണ് എല്ലാവരും, അല്ലെങ്കിൽ ഈ പാർട്ടി വിരുദ്ധരായിട്ടുള്ളവരും എല്ലാവരും പൊതുവെ പ്രചരിപ്പിച്ച ഒരു കഥ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. UDF കയ്യിലിരിക്കുന്ന ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറിനെ അവിടെ ഉപയോഗിച്ചു. അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. ഇനി സണ്ണി ജോസഫിന്റെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ട്രാക്ക് റെക്കോർഡ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. സണ്ണി ജോസഫ് ഒരു നല്ല KPCC പ്രസിഡന്റ് ആയിരുന്നോ? അല്ല. ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ വലിയ കോമാളിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ഇവിടുത്തെ ആറള ഫാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പേരാവൂരിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ആറള ഫാം. അവിടുത്തെ ആ ഫാം സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്യജീവി ആക്രമണം വലിയ തോതിൽ നടക്കുന്ന ഒന്നാണ്. ഇത് ആറള ഫാം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് ഈ പറയുന്ന സണ്ണി ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ട് ഒരു MLA എന്നുള്ള നിലയിൽ? ഇനി ഒരു MLA എന്നുള്ള നിലയിൽ ഈ സണ്ണി ജോസഫ് അവിടെ നടപ്പിലാക്കിയ പദ്ധതികൾ, സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സ്കൂൾ ഡെവലപ്പ് ചെയ്ത ആരാണ്? കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പും നേരിട്ടല്ലേ അത് നടപ്പിലാക്കിയത്, അല്ലെ? അതെല്ലാം സർക്കാർ നേരിട്ട് നടപ്പിലാക്കിയതാണ്. പിന്നെ അവിടെ മലയോര പാതയുടെ അല്ലെങ്കിൽ മലയോര ദേശീയപാതയായിട്ടുള്ള ബന്ധപ്പെട്ട വികസനം ആരാണ് സാധ്യമാക്കിയത്? സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റ് ആയിരുന്നു അതെല്ലാം. അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ 8 കാര്യം മൂഞ്ഞു കളിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന ഒരു റോഡിന്റെ വികസനവുമായി, റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സണ്ണി ജോസഫ് അവിടെ ഉദ്ഘാടകനായി ചെല്ലുന്നു. അവിടെയുള്ള പ്രവർത്തകരെല്ലാം അവിടെ സണ്ണി ജോസഫിനെ കൂക്കി വിളിച്ചു ഓടിച്ചു. ഗോ ബാക്ക് പറഞ്ഞു സണ്ണി ജോസഫിനോട്. അവിടെ വേദിയിൽ കയറിയിരുന്ന സണ്ണി ജോസഫ് വിളിഭ്യനായി അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഗതികേടുണ്ടായി. അപ്പൊ അവിടുത്തെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം തിരിച്ചാണ് എന്നുള്ള കാര്യം സണ്ണി ജോസഫിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. അപ്പം ഇവിടെ ഈ പറയുന്ന പോലെ ടീച്ചർ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കുത്തനെ കയറിയുള്ള ഒരു ഭൂരിപക്ഷം ഒന്നും ആയിരിക്കില്ല. ഒരു 10,000-നും 5,000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിലായിരിക്കും ശൈലജ ടീച്ചർക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുക. അതൊരു കാര്യം. ഇനിയും ഒരുപക്ഷെ പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ടീച്ചർക്ക് അതിന് മേലെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 10,000 മുതൽ 5,000 വരെ വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം നോക്കാൻ വയ്ക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, KS ബ്രിഗേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിഗേഡ് രൂപീകരിച്ചു. പൊതുവിൽ നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദികേട് കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സണ്ണി ജോസഫിനെതിരായി വലിയ രീതിയിലുള്ള പോസ്റ്റർ പ്രചരണം ആ നാട്ടിൽ നടന്നിട്ടുണ്ട്, പേരാവൂരിൽ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവിടെ സണ്ണി ജോസഫിനെതിരായി കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സണ്ണി ജോസഫ് അവിടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അത്ര കുത്തനെ കയറിപ്പോകുന്ന വികസന പരിപാടികളൊന്നും നടത്തിയിട്ടില്ല. പല വികസനങ്ങളുടെയും സൈഡിൽ നിന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സംസ്ഥാന സർക്കാർ ഇടപെട്ടുകൊണ്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തി. പല മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവിടുത്തെ സ്കൂളുകളിൽ, ആശുപത്രി കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുടിവെള്ള പദ്ധതി, ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റാണ്. ഇതിനെല്ലാം ഒപ്പം നിന്നു എന്നുള്ള യാഥാർത്ഥ്യമായിരിക്കാം. കാര്യം ആ സമയത്ത് എതിരിക്കാൻ പറ്റില്ലല്ലോ. കിഫ്ബി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലുള്ളതല്ലേ. കിഫ്ബി ഞങ്ങൾ പിരിച്ചുവിടും, ലൈഫ് മിഷൻ ഞങ്ങൾക്ക് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ ഒരാളല്ലേ, പറഞ്ഞ പാർട്ടിയുടെ വക്താവ് തന്നെയല്ലേ. പിന്നെ കോൺഗ്രസിൽ ഇപ്പോൾ നിലവിലുള്ള പടലപ്പിണക്കങ്ങളും ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയിൽ വരാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ ഞാനൊന്ന് നേരത്തെ പറഞ്ഞത് K. സുധാകരനും സണ്ണി ജോസഫും തമ്മിലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് പേരാവൂരിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ആറള ഫാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വലുതായിട്ട് ചർച്ചയിൽ വരും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇവിടെ ചർച്ചയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ തന്നെയുമല്ല, സണ്ണി ജോസഫിന്റെ ഈ കേസ് വിഷയത്തിൽ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ ഒട്ടും സ്കോർ ചെയ്യാൻ കഴിയാതെ പോയ ഒരു KPCC അധ്യക്ഷനാണ്. ഒട്ടും സ്കോർ ചെയ്യാൻ കഴിയാതെ പോയെ എന്ന് വെച്ചാൽ പലരുടെയും പിണിയാളായിട്ട് പ്രവർത്തിക്കുന്നോ, ചിലരുടെയും ചട്ടുകമായി പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ചിലരുടെ കയ്യിലെ കളിപ്പാവയായി മാറുകയോ ചെയ്ത ഒരു നേതാവ് തന്നെയാണ് സണ്ണി ജോസഫ്. അല്ലാതെ വ്യക്തമായ നിലപാടുകൾ ഒരിടത്തും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമുക്കറിയാം ഈ വയനാട് വിഷയം ഒരുപക്ഷെ സണ്ണി ജോസഫുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്.
വയനാട് പിന്നെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. കാര്യം കോൺഗ്രസിനെ കൊണ്ട് ഇതുവരെ ഒരു ചെറുവിരലനക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രദേശമാണ് മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോലും ഈ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള, അങ്ങനെ പറയുള്ളൂ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും ജനങ്ങളെ പറ്റിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നാളെ ഒരു സമയത്ത് ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ ഇവർ എത്രത്തോളം പറ്റിക്കും എന്നുള്ള ഒരു ചിന്താഗതി കൂടി അവിടെ വരും. അപ്പം സണ്ണി ജോസഫിനെതിരായിട്ടുള്ള വികാരം പിന്നെ കോൺഗ്രസിനെതിരായ പൊതുവികാരമായിരിക്കും. കെ സുധാകരന്റെ ഒരു വലിയ വിഭാഗം ആളുകൾ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി KPC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം അദ്ദേഹം പിന്നെ സണ്ണി ജോസഫ് കയറിയിരുന്നു. അപ്പൊ അതും ഒരു തരത്തിൽ ചർച്ചയിൽ വരേണ്ട വിഷയം തന്നെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ആർള ഫാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും സണ്ണി ജോസഫ് അതിനുവേണ്ടി എന്ത് കാര്യമാണ് നീക്കിയത്? ഇപ്പൊ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് ഒരു കാരണവശാലും സർക്കാരിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1978 കേന്ദ്ര വന നിയമം പാസ്സാക്കി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ പാസ്സാക്കിയ കേന്ദ്ര വന നിയമത്തിൽ ഒരു അമെന്റ്മെന്റ് വരുത്താൻ പിന്നീട് വന്ന UPA സർക്കാർ, മൻമോഹൻ സിംഗ് ഭരിച്ചല്ലോ, രാജീവ് ഗാന്ധി ഭരിച്ചല്ലോ, എന്നിട്ട് 2014 മാത്രമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നത്. അപ്പൊ 2014 വരെയുള്ള കാലഘട്ടത്തിൽ UPA സർക്കാരാണ് നമ്മുടെ രാജ്യം ഭരിച്ചത്. ഈ UPA സർക്കാരിന്റെ കാലത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണ് വന നിയമത്തിൽ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാൻ, ഭേദഗതി വരുത്താൻ കഴിയാതെ പോയത്? അപ്പൊ കേന്ദ്ര വന നിയമം ഒരു കീറാമുട്ടി പോലെ നിൽക്കുകയാണ്. ഇന്നിപ്പോ നോക്കിക്കോളൂ, കേരളത്തിൽ നിന്ന് 20 MP-മാരിൽ 18 MP-മാർ കോൺഗ്രസിന്റേതാണ്. ഈ 18 MP-മാർക്ക് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒരു കാര്യം അവതരിപ്പിക്കാൻ കഴിയാത്തത്? കേരളത്തിൽ പിന്നെ വന്യജീവി സംഘർഷമുണ്ട്. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം നിത്യേന കൂടിക്കൊണ്ടിരിക്കുന്നു. വയനാട് മേഖലകളിൽ, ഈ പറയുന്ന പേരാവൂർ പോലെയുള്ള കണ്ണൂർ മേഖലകളിൽ, ഇടുക്കി തുടങ്ങിയ പല മേഖലകളിൽ, പത്തനംതിട്ട അടക്കമുള്ള മേഖലകളിൽ ഇവിടെ മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം കൂടിക്കൂടി വരുന്നു. ഈ സംഘർഷത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്ര വന നിയമം പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടാത്തത്? വനം വന്യജീവി സംരക്ഷണം നിയമം അത് പിന്നെ അമെൻഡ് ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ആരാണ് പ്രഷർ ചെയ്യേണ്ടത്? കേന്ദ്ര സർക്കാർ പ്രഷർ ചെയ്യേണ്ടേ? സംസ്ഥാന സർക്കാർ പറഞ്ഞ കേന്ദ്രത്തിന് പുല്ലുവിലയാണ്. കാരണം അവരുടെ അധികാര പരിധിയിൽ വരുന്നതല്ലല്ലോ കേരളം. അപ്പൊ അതുകൊണ്ട് അവർ മൈൻഡ് ചെയ്യാറ് പോലുമില്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് സ്റ്റാൻഡാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്? ഇതുവരെ കോൺഗ്രസ്സുകാർ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല. എന്തിനേറെ പറയാൻ, അവരുടെ ഒരു MP വയനാട്ടിൽ നിന്നുണ്ട്. ആ MP കൊണ്ട് എന്തെങ്കിലും കഴിവുണ്ടോ? അവർ കഴിവില്ലാത്ത MP-യും ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ എല്ലാം സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് ഇട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു തരംതാണ രാഷ്ട്രീയ ഗെയിമിംഗ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വസ്തുതയാണ്. ആ വസ്തുത ജനം തിരിച്ചറിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏകദേശം ഒരു 10-40, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറിൽ ആരായിരുന്നാലും ഒരു 10-45% വോട്ട് ഇപ്പോൾ അടിസ്ഥാന വോട്ടുകൾ എന്നുള്ള നിലയിൽ ഇടതുപക്ഷത്തിനുണ്ട്. അത് മാറിപ്പോകാൻ കഴിയില്ല. പിന്നെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണവും കൂടി നമ്മൾ പരിഗണിക്കണം. ആ സ്ത്രീ വോട്ടർമാരിൽ നിന്നുള്ള വോട്ടുകൾ കൂടുതലായും ശൈലജ ടീച്ചറിലേക്ക് തന്നെയാണ് എത്തുക എന്ന് പറഞ്ഞ യാതൊരു മാറ്റവും ഇല്ല. അത് രാഷ്ട്രീയമില്ല, മതമില്ല, ഇതൊന്നും ഇല്ലാതെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ കൂടി ശൈലജ ടീച്ചറിലേക്ക് എത്തുമ്പോൾ ഞാൻ പറഞ്ഞ 10,000 ഒന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ശൈലജ ടീച്ചറിന് കിട്ടാൻ പോകുന്ന ഒരു ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ മേലെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഈ പറയുന്ന ഒരു 50%, 52% വോട്ടുകൾ ടീച്ചർക്ക് അവിടെ നേടിയെടുക്കാൻ കഴിയും. ആ നേടിയെടുക്കുന്നത് തീർച്ചയായിട്ടും പേരാവൂരിലുള്ള ഈ പറയുന്ന സണ്ണി ജോസഫിനെ പോലുള്ള ഒരു നേതാവാണ്. സണ്ണി ജോസഫിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മാർക്കറ്റ് വാല്യൂ എന്ന് തന്നെ ഞാൻ പറയും. സണ്ണി ജോസഫ് ഇക്കണ്ട കാലം ഒരുപക്ഷെ സണ്ണി ജോസഫ് KPC അധ്യക്ഷനായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്ന് ഈസിയായിട്ട് ജയിച്ചേനെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിൽ കാട്ടി ഏറ്റവും വലിയ അബദ്ധമായി പോയി ഈ KPC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തത്. കാര്യം തനിക്ക് യോഗ്യതയില്ലാത്തൊരു പദവി ഒരാൾ ഏറ്റെടുക്കാൻ നിൽക്കരുതെന്നേ, അല്ലെ? പുള്ളിക്ക് യോഗ്യതയില്ല പദവിയിൽ ഇരിക്കാൻ, സണ്ണി വക്കീലിന്. അപ്പൊ അങ്ങനെയുള്ള പദവി ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർ എന്തിനാ വെറുതെ ഈ പദവിയൊക്കെ ഏറ്റെടുക്കുന്നത്? എന്നിട്ട് പേരുദോഷമല്ല വേറെ എന്തെങ്കിലും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞോ? സണ്ണി വക്കീലിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് പേരുദോഷം ഉണ്ടാക്കി വെച്ചതല്ലാതെ അവിടെ ഇരുന്നുകൊണ്ട് നല്ല എന്തെങ്കിലും കാര്യം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വിയർത്ത് വിഷണ്ണനായിരുന്നുകൊണ്ട് ഒരുമാതിരി പിന്നെ വല്ലാത്ത ചിരിയും ചിരിച്ച് ചമ്മി നാറിയിരിക്കുന്ന ഒരു സണ്ണി വക്കീലിനെ കാണാൻ പേരാവൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അവർക്കിനി വേണ്ട എന്താ? ശരിക്കും പറഞ്ഞ ഒരു മാറ്റം അവർക്ക് ആവശ്യമാണ് സത്യത്തിൽ. ആ മാറ്റത്തിലൂടെ പോയിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഇനിയിപ്പോ ഒരുപക്ഷെ ഇവിടെ കേന്ദ്ര വന നിയമ പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കടക്കം ഇവരെന്ത് നടപടി സ്വീകരിച്ചു എന്ന് ജനം ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാനില്ല. സോ സണ്ണി ജോസഫിന് മുൻപുണ്ടായിരുന്ന ഒരു ഇമേജ് ഇപ്പോൾ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളത് വാസ്തവമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പടിക്ക് മുൻപോട്ട് നിൽക്കുന്ന ഇപ്പോഴും ശൈലജ ടീച്ചർ തന്നെയാണെന്ന് പറയേണ്ടി വരും.